ഹലോ, അങ്ങനെ നമ്മൾ കറങ്ങി ഒരു മസ്റ്റ് വാച്ച് ബീച്ചിലാണിപ്പോൾ. ആ ബീച്ചിലേക്ക് പോകുന്ന വഴി ഒരു ഭയങ്കര രസമുള്ള വഴിയാണ്. കണ്ടോ, അതിൽ പുറം കാഴ്ചയിൽ പെട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ആ ബീച്ചിൻ്റെ പേരാണ് ഡോനാപോള. ഡോനാപോള ബീച്ചിൻ്റെ ിലേക്കുള്ള വഴി എന്ന് വെച്ചാൽ ഇരുകരകളിലും നല്ല ഹൗസിങ് കോളനിയാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും പോഷായിട്ടുള്ള ആളുകളിൽ താമസിക്കുന്ന വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ എറണാകുളത്തെ പനമ്പള്ളി നഗറൊക്കെ പോലെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ എറണാകുളത്ത് പനമ്പള്ളി നഗർ പോലത്തെ നിറയെ ഏരിയകളായി പണ്ട് നമ്മൾ പറയുമായിരുന്നു. അപ്പോൾ ഡോനാപോള ബീച്ചിൽ ഒരു ജെട്ടിയുണ്ട്, കടത്തുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു രസകരമായ കാഴ്ച എന്ന് പറയുന്നത് അത് നമുക്ക് ഡീറ്റെയിൽ പറയുന്നതിനേക്കാൾ ഭേദം കാണിക്കുന്നതല്ല രസം. അപ്പോൾ നമ്മൾ ഡോനാപോള ബീച്ചിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ബീച്ച് അത്യാവശ്യം ക്രൗഡിയാണ്. ഇവിടെ പാരാസെയിലിംഗ്, ബമ്പർ, ബനാന റൈഡ് അതൊക്കെയുണ്ട്. നമ്മളിപ്പോൾ മിക്കവാറും എല്ലാ ബീച്ചിലും കാണുന്ന പോലെ തന്നെയാണ്. ഇവിടെ ജെസ്കി റൈഡ്, ഫാമിലി ബോട്ട്, പാരാസെയിലിംഗ്, ബനാന റൈഡ്, ബമ്പർ റൈഡ്, ഡോൾഫിൻ ട്രിപ്പ്, ഐലൻഡ് ട്രിപ്പ്. ഐലൻഡ് ട്രിപ്പ് ഇവിടെ നിന്നുണ്ടല്ലേ. ഓക്കെ, ഐലൻഡ് ട്രിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചല്ലേ, നമ്മൾ പകല് നമ്മളെ കാലത്ത് 8:30 മണിക്ക് കൊണ്ടുപോകും നടുക്കടലിലേക്ക്. പിന്നെ നമ്മൾ വൈകിട്ട് 4 മണി വരെ കടലിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഐലൻഡിൽ കയറും. അതാണ് ഇത്. എങ്ങനെയുണ്ട് നമ്മുടെ ഡോനാപോളയുടെ വിശേഷങ്ങൾ? രസമല്ലേ നോക്കി. സിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന ബീച്ചാണ് ഡോനാപോള. പഞ്ചിം സിറ്റിയോട് ചേർന്ന് നിൽക്കുന്നതാണ്. പഞ്ചിം, മിരാമാർ, ഡോനാപോള. അതാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ്. നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വൈഡ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കുറച്ചും കൂടി രസമല്ലേ. വ്യത്യസ്ത തരം ബോട്ടുകളൊക്കെ ഉണ്ടല്ലേ. വാ, നൈസാണ് കേട്ടോ. ഇതൊക്കെ നമ്മളെ കയറ്റി കറക്കാനുള്ള ബോട്ടുകളാണ്, ഫിഷിംഗ് ബോട്ട്സ് അല്ല കേട്ടോ. പിന്നെ യൂഷ്വൽ നമ്മളുടെ ഇവിടെ കടകളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഷോപ്സുകളുണ്ട്, പർച്ചേസ് ചെയ്യാനുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഇനി നമ്മൾ പോകുന്നത് അവിടുത്തെ ജെട്ടിയുടെ ഭാഗത്തേക്കാണ്. ഇനി ഇവിടുന്ന് മുതലാണ് ഡോനാപോളയുടെ മനോഹാരിത തുടങ്ങുന്നത്. നമുക്ക് ഇങ്ങനെ ഇരിക്കാം. നൈസല്ലേ. जाने का आपको अब ये नवाज आ रहा है अड़ी वाली भी है
ഇനി അടുത്ത വ്യൂ എന്നുള്ളത് നമുക്ക് അതൊരു വ്യൂ പോയിന്റ് ആണ്. നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പാണ്. ഒരു ചെറിയ തുരുത്ത് പോലെ ഒരു ഉണ്ട് ഡാനാപ്പള്ളിയിൽ. ആ തുരുത്തിൽ അവർ എൻട്രൻസ് ഇട്ടിട്ടുണ്ട്. അഡൽട്ട്സിന് 50 rupees -25 rupees. അപ്പോൾ അത് കൊടുത്ത് നേരെ കയറി ചെന്നാൽ നമുക്ക് കാണുന്നത് നമ്മൾ ഈ തുരുത്തിലേക്ക് ചെല്ലാം. തുരുത്തിൽ നമുക്ക് മുകളിൽ നിന്ന് നല്ല ഡേ വാച്ച് ഉണ്ട്. അതിൻ്റെ ആ വാച്ചിൻ്റെ ആഴക്കടലിലേക്കാണ് അതിൻ്റെ വ്യൂ പോകുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിലുപരി ഒരു സംഭവമുണ്ട് ഇവിടെ. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇതാണ് ഡോനാപോളയിലെ ജെട്ടി. നമുക്ക് ഇവിടുന്ന് ഒരു വ്യൂ നോക്കിയാലോ അങ്ങോട്ട്? നൈസ് അല്ലേ? ബ്യൂട്ടി അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്കതിൻ്റെ വ്യൂ ഒന്ന് നോക്കാം. അടിപൊളിയല്ലേ? ഇവിടുന്ന് ആയാലോ? ഇതാണ് ഡോനാപോളയിലെ വിശേഷങ്ങൾ. ഇവിടുന്ന് ഡോനാപോളയിലെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഒരു സിറ്റി ആംബിയൻസും കിട്ടും. ഇന്ന് ഗോവൻ കൾച്ചർ കാണാൻ പറ്റും. അതായത് നമ്മൾ വരുന്ന വഴി എന്നുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് മുഴുവനും. ഈ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. ആളുകളിങ്ങനെ തിങ്ങിക്കൂടി താമസിക്കുന്ന അല്ലാത്ത നമ്മുടെ ഒരു എന്താ പറയുക, അവിടെ കുറേ കുടിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ബിയർ കൗണ്ടേഴ്സ് ലോക്കലിലായിരിക്കും എന്ന് വിചാരിച്ചു. അല്ല, അത് മറ്റേ സ്പെഷ്യൽ മറ്റേ ഡ്രിങ്കുകളാണ് അവിടെ, മൊജിറ്റോ ഒക്കെ പോലുള്ള. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ആ വഴി എന്ന് പറയുന്നത് ഭയങ്കര റിച്ചസ്റ്റ് ഏരിയയിൽ കൂടെയുള്ള വഴിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോകൾ കാണാനൊരു വല്ലാത്ത രസമുണ്ട്. പിന്നെ അവിടെ നമുക്കങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ മിക്കവാറും ആളുകൾ പലരും അവിടെ ഫ്രണ്ടിലൊന്ന് ഇരിപ്പുണ്ട്. അങ്ങനെ ഫാമിലീസ് അവർ പലരും പ്രൈവസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ഡോനാപോളയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഡോനാപോള ബീച്ചിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ വരുമ്പോൾ മിസ് ചെയ്യാതെ കയറാൻ പറ്റിയൊരു ഡെസ്റ്റിനേഷനാണ് ഡോനാപോള. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഡോനാപോളയുടെ വിശേഷങ്ങൾ കണ്ട് അങ്ങനെ ഇവിടുന്ന് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ഒരു പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കാം. രസമല്ലേ? ഇവിടെ നോക്കുമ്പോൾ രസമുണ്ടല്ലേ? അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതാണ് ഡോനാപോള ബീച്ചിലെ വിശേഷങ്ങൾ. മസ്റ്റ് വാച്ചാണിത്. നല്ല രസമുണ്ട്. അവിടെ ആ കടലിൻ്റെ നടുക്കുള്ള ആ ഒരു തുരുത്ത് പോലെ കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ കടലിൻ്റെ വ്യൂ ഒക്കെ നല്ല രസമുണ്ടാവും. അപ്പോൾ ഡോണ്ട് മിസ് ടു വാച്ച് ദിസ് ഡോനാപോള. Then bye.